വിടാമുയർച്ചി ഒരു അടിപൊളിയായിട്ടുള്ളൊരു വളരെ ക്ലാസ് ആൻഡ് മാസ് സിനിമ. അജിത്തിന്റെ ഞാനൊക്കെ ഏറെ പ്രതീക്ഷിച്ച ഒരു സിനിമയാണ്. ഇങ്ങനെ ഒരു സിനിമ അജിത്ത് ഇങ്ങനെ ഒരു സിനിമകളിലൊക്കെ അഭിനയിക്കുന്നതും അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു സിനിമ കാണാൻ പറ്റും. കാരണം അജിത്ത് എപ്പോഴും വളരെ മാസ്സായിട്ടുള്ള കുറച്ച് ഹൈ സ്പീഡായിട്ടുള്ള മൂവീസാണ് അദ്ദേഹത്തിന്റെ സിനിമ മിക്ക സിനിമകളുണ്ടാവുക. അതിൽ കുറേ മാസ് എലമെന്റ്സ് കൂടുതലായിരിക്കും. അങ്ങനെ അത് ഒരു പ്രത്യേക തരമാണ് അജിത്തിന്റെ മൂവീസ് എല്ലാം തന്നെ. അതിൽ നിന്ന് ഇതുവരെയും ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ മൊത്തം അഴിച്ച് പണിഞ്ഞ് ഒരു പുതിയൊരു ഇക്വേഷൻ കൂടി അദ്ദേഹം കൊണ്ടുവന്നു. അതാണ് വിടാമുയർച്ചി. സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി ബേസ്, ഇതിലെ സ്റ്റോറി വരുന്ന ഒരു ഫാമിലിയുടെ ബേസാണ്. ആ ഒരു ബേസിൽ നിന്നിട്ടാണ് ഈ സംഭവം മൊത്തം കളിക്കുന്നത്. പക്ഷെ ഇതിൽ മകിഴ് തിരുമേനി പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ കയ്യൊപ്പ് ഈ സിനിമയില് എല്ലായിടത്തും കാണാൻ പറ്റും. കാരണം സാധാരണ ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റാർ വെച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റാറിന് വേണ്ടി നമ്മൾ എന്താ പറയുക, കുറേ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേട്ടയ്യൻ പറഞ്ഞൊരു സിനിമ, ആ ഒരു ജയ്ബീം എടുത്ത ഡയറക്ടറാണ് വേട്ടയ്യൻ പറഞ്ഞ സിനിമ ചെയ്തതെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ജയ്ബീം എവിടെയോ കിടക്കുന്ന സിനിമ, വേട്ടയും പറഞ്ഞ് ചവിട്ട് പൊട്ടി കിടക്കുന്ന സിനിമ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത്രമാത്രം എന്താ പറയുക, സൂപ്പർ സ്റ്റാറിനെ സ്റ്റാർഡത്തിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി അദ്ദേഹം നല്ലൊരു സ്റ്റോറിനെ ഏതാണ്ടേക്ക് കാണിച്ചു കൂട്ടി വെറുപ്പിച്ച് മാറ്റി ആ സിനിമ ഫ്ലോപ്പായി. എന്ന് പറഞ്ഞ പോലെ ചെയ്യാതെ വിടാമുയർച്ചയ്ക്ക് വേണ്ടി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ സിനിമയ്ക്ക് വേണ്ടി എന്താ പറയുക നമ്മുടെ ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടില്ല. കാരണം എന്താ, അദ്ദേഹത്തിന്റെ സ്റ്റോറി എന്താണോ അദ്ദേഹം പറയേണ്ടത് അത് വ്യക്തമായി അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം വിജയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാകാനായിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ടീം മങ്കാത്തര ടീമായിട്ടുള്ള ടീമാണല്ലോ, തൃഷ, അർജുൻ, പിന്നെ നമ്മുടെ അജിത്ത് ഇതിൻ്റെയൊക്കെ അതിലൊരിക്കലും ആ ഒരു കഥയ്ക്ക് എന്താണ് വേണ്ടത് അത് മാത്രമേ ആ സിനിമയിലുള്ളൂ. അല്ലാതെ ഓവർ ആക്ടിങ് ആയിട്ടുള്ള ഒരു മാസ് ഹീറോ, ഒരു എന്താ പറയുക, ഞാൻ ഇത്രയും വലിയ മാസ് ഹീറോ ആണ് എന്നാൽ പിന്നെ ഒരാളടിച്ചാൽ രണ്ടാളടിച്ച് താഴെ ഇടണം, അങ്ങനെയൊന്നുമില്ല. ഒരു സാധാരണ ഫാമിലി മാൻ ചെയ്യുന്ന എന്തൊക്കെയാണോ അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ എഫേർട്ടായിട്ട് ചെയ്യുന്നത് വളരെ നമുക്ക് ആ സിനിമ കാണാൻ വളരെ കൺവിൻസിങ് ആണ്. ഓരോ ഷോർട്സും ആ ഒരു ഷോർട്ടിലും അദ്ദേഹത്തിന്റെ ആക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക ആ ഒരു ബിഹേവിയർ, ആക്ടിങ് എന്ന് ഞാൻ പറയില്ല, ആ ബിഹേവിയർ അദ്ദേഹം നല്ല രസമാണ് കാണാൻ. ആക്ട് ചെയ്യുന്ന ആളുടെ ഒരു പ്രത്യേക ഒരു രസം ഈ അജിത്തിന്റെ ആക്ടിങ് എല്ലാം കാണാൻ. അതുപോലെ തന്നെ പിന്നെ ഈ തൃഷയും അജിത്തും തമ്മിലുള്ളൊരു കോംബോ ഉണ്ട്, ഒരു രക്ഷ കോംബോ. ആ ഒരു സ്വീറ്റ്നെസ് ഭയങ്കരമായിട്ട് അവര് ഒന്നിക്കുന്ന എല്ലാ ഭാഗങ്ങളും ആ ഒരു സ്വീറ്റ്നെസ് നമുക്ക് കാണാൻ പറ്റും ആ സിനിമയിൽ. പിന്നെ ഇദ്ദേഹത്തിന്റെ മകൾ തിരുമേനിയുടെ ആ ഒരു ഡയറക്ഷൻ സ്കില്ലും ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഒരു രക്ഷയില്ല. കാരണം എല്ലാം ഓൾമോസ്റ്റ് ഈ സിനിമ എന്താ പറയുക ഔട്ട്സൈഡ് കൺട്രിയിലാണ്. പിന്നെ ഇതിൽ വേറൊരാൾ എടുത്തു പറയുന്നത് നമ്മുടെ അർജുൻ്റെ പെർഫോമൻസ്. അത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഒരിക്കലും എന്താ പറയുക നമുക്ക് എന്താ പറയുക ആ ഒരു വലതൊരു പെർഫോമൻസ് അത് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഭയങ്കര രസം. ഒരു വില്ലനാന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഇതിനു മുമ്പ് കുറേ എന്താ പറയുക ഇതിന്റെ റൂമേഴ്സ് എല്ലാം കിട്ടുന്നത് ഒരു ഹോളിവുഡ് സിനിമയുടെ വല്ല ഭാഗമാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അത് ഹോളിവുഡ് സിനിമയുടെയൊക്കെ ഒരു ചെറിയ ഷെയ്ഡൊക്കെ വരികയാണെങ്കിലും പക്ഷെ അവരതിന് കോപ്പിറൈറ്റ്സ് ഒക്കെ വാങ്ങി നിൽക്കാൻ പിന്നീട് ഇതിന്റെ ഒരു ഇതിന്റെ ഈ പറയുന്ന ഹോളിവുഡ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് കേസൊക്കെ ഫയൽ ചെയ്തപ്പോൾ ഇവര് അതിന് പറഞ്ഞിരിക്കുന്നു ഓൾറെഡി ഇവർ കോപ്പിറൈറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് ആ സിനിമയുടെ. അപ്പൊ പിന്നെ അത് പിന്നെ ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ആയി. പക്ഷെ ഈ സിനിമയുടെ ഫ്രെയിംസും ആ ഒരു ഡയറക്ഷൻസും പിന്നെ ഈ പറയുന്ന കോംബോ അർജുൻ, തൃഷ, പിന്നെ നമ്മുടെ അർജുനും മറ്റേ അജിത്ത്, ഇവരുടെയൊക്കെ ഒരു കോംബോ എന്ന് പറയുന്നത് ഒരു രക്ഷയുടെ സീൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അജിത്തും തൃഷയും തമ്മിലുള്ളൊരു കോംബോസ് ഒക്കെ വളരെ ക്യൂട്ടാണ്, ഭയങ്കര ഫാമിലിയൊക്കെ ബേസ്ഡ് ആയിട്ട്. കാര്യം ഇതാണ് ശരിക്കും ഒരു സിനിമ, ഒരു ആക്ടർ എന്ന നിലയിൽ അജിത്ത് ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെയാണ്. കാരണം അജിത്ത് എത്രയും കാലമായിട്ട് നമ്മുടെ എന്താ പറയുക കുറേ മാസ്മരികമായിട്ടുള്ള കുറേ സിനിമകൾ, മാസ്മരികമായിട്ടുള്ള കുറേ ഷോർട്സ്, കുറേ ഇൻട്രോഡൊക്കെ കാണിക്കും. ശരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കാണിക്കുമ്പോൾ എന്താ ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു മാസ് ഹീറോ വരുന്നതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പല സിനിമയിലും. ഇതിനു മുമ്പ് വന്നിട്ടുള്ള സിനിമ എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് എല്ലാത്തിനും ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ അങ്ങനെയെല്ലാം കാണിച്ചത്. പക്ഷെ ഇതിൽ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ കൂളാണ്. വളരെ കൂൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എന്താ പറയാ പിന്നെ സ്ലോ മോഷൻ, അങ്ങനെ നോ ഫൈറ്റ്, അങ്ങനെ വളരെ ആവശ്യത്തിനുള്ളത് ഫൈറ്റ്,
അജിത്തിനുള്ള ഒരു എന്താ പറയുക ഒരു ഗൂസ് ബംസും വളർത്തിയിട്ടുള്ള ഒരു ബീജിംസ് ഒക്കെ ആയിട്ട്. പക്ഷെ ഇതിൽ പിന്നെ വേറൊരു പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഇതിൽ മ്യൂസിക് അനിരുദ്ധിന്റെ മ്യൂസിക് എല്ലായിടത്തും അദ്ദേഹത്തിന് ആ ഓരോ സീനിന് ആവശ്യമായിട്ടുള്ള എന്താണോ അത് ഭയങ്കര ഗംഭീരമായിട്ട് ആപ്റ്റ് എന്ന് പറയാൻ പറ്റും. ഇത്രയും ആപ്റ്റ് ആയിട്ട് ചിലപ്പോൾ എന്താ പറയുക, എനിക്ക് അനിരുദ്ധിന്റെ മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം അത്രയും നല്ല രീതിയിലാണ് അനിരുദ്ധിന്റെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം മ്യൂസിക് ചില സമയങ്ങളിലൊക്കെ അതിന് ഭയങ്കരമായിട്ട് നമ്മൾ എലിവേറ്റ് ചെയ്യും. ഓരോ സീൻസ് കഴിയുമ്പോൾ ആ മ്യൂസിക് ഭയങ്കര ബ്ലെൻഡ് ആയിട്ട് നിൽക്കുമ്പോൾ എന്താ പറയുക നമുക്ക് എലിവേറ്റ് ചെയ്യും. കാരണം ആ അനിരുദ്ധിന്റെ പാട്ട് എന്താ പറയുക അതിലൊരു കോംപ്രമൈസും ഇല്ല. അനിരുദ്ധിന്റെ പാട്ട് 100% ഓക്കെയാണ്. കാരണം അത്രമാത്രം അനിരുദ്ധ് ഇതുവരെ ചെയ്തിട്ടുള്ള മ്യൂസിക്കിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല. ഓക്കെ, എൻ്റെ വ്യൂ അല്ലല്ലോ നിങ്ങളുടെ, അതെനിക്കറിയാം. എന്നാലും പടം അത്രയും നല്ല എന്തായാലും വളരെ അടിപൊളിയായിട്ട് കാണാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൽ എന്നിട്ട് പലരും പലതും പറയും. കാരണം ഓരോരുത്തരുടെ ഓരോ വ്യൂ ആണ്. കാരണം ഞാനൊരു അജിത് ഫാനൊന്നും അല്ലായിരുന്നതുകൊണ്ട് തന്നെ പൊതുവെ എനിക്ക് എല്ലാ സിനിമകളും ഞാൻ ഒരു കാണുന്നത്. അപ്പം നമുക്ക് അജിത്തോ വിജയോ ഇല്ലെങ്കിൽ ഇപ്പോൾ വേറെ വല്ല ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരൊന്നും ഫാൻ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു സിനിമ പറയുമ്പോൾ കാണുക ഒക്കെയാണ്. പക്ഷെ അജിത്തിൻ്റെ ഇപ്പോഴും ഒരു പരിവേഷമല്ല ഈ സിനിമയിൽ. പക്ഷെ പടം നിങ്ങൾ കുറച്ചൊരു കൂൾ മൈൻഡോട് പോയി കാണാൻ പോകും. നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വളരെ രസമായി പോകുന്നത്. കാരണം ഒരുപാട് അജിത്ത് എന്ന് പറയുമ്പോൾ മാസ്മരികമായിട്ടുള്ള കുറേ സീൻ ഫൈറ്റ് അത് ഇത് അങ്ങനെ കുറേ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അജിത്തിന് ഇത്രയും ചോയ്സുകൾ ഈ സിനിമയ്ക്ക് അദ്ദേഹം കൊടുത്തൊരു ചോയ്സ് ഒരു രക്ഷയില്ലാത്തതാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഈ ഒരു സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ആൾ ഇങ്ങനെ ഒരു ചോയ്സ് എടുക്കുക പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ചാലഞ്ചിങ്ങാണ്. പക്ഷെ അദ്ദേഹം അതിൽ നിന്നെല്ലാം ആ ചാലഞ്ചൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കും, അത് ഏറ്റെടുത്ത് അത് പുറത്തിറക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ട്. എന്നാലും നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാം. കാരണം തിയേറ്ററിൽ തന്നെ കാണാനുള്ളത് ഉണ്ട്. അത്രയും നല്ല മാസമായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സിനിമേൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്ന് സിനിമ കാണണമെങ്കിൽ ആ സിനിമ നമ്മൾ അവിടെ നിന്ന് തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടാവുക. കാരണം എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. ഈ സിനിമ എടുത്താലും തിയേറ്ററിൽ തന്നെ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക നമുക്ക് കുറച്ചുകൂടി ക്യാച്ച് ആയിട്ടുണ്ടാവുള്ളൂ. എല്ലായിടത്തോളം കാലം കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പം എന്തായാലും സിനിമ വളരെ നല്ല അതിഗംഭീരമായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും പോയി സിനിമ കാണൂ. ഓക്കെ, ബൈ, സീ യു.